Accountancy Chapter 1, Question number 36, NCERT, page number 50, Exercise 4. Following is the information given in respect of certain items of a sports club. Show these items in the income and expenditure account and the balance sheet of the club. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം. താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെ കാണിക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള ഫണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പോർട്സ് ഫണ്ട്, സെക്കൻഡ് വൺ ജനറൽ ഫണ്ട്. ഈ ഓരോ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫണ്ടും എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കുന്നത് തന്നെയാണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. സ്പോർട്സ് ഫണ്ട് ആസ് ഓൺ 1st April 2015 35,000. അപ്പോൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡിൽ എഴുതണം. ലയബിലിറ്റി സൈഡിൽ എഴുതുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം എന്തെങ്കിലും എക്സ്പെൻസസ് എനിക്കുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. അതുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 35,000. അതായത് ഈ ഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതെവിടെ കാണിക്കണം? അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ സ്പോർട്സ് ഫണ്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു 4,000. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ലയബിലിറ്റി സൈഡിൽ സ്പോർട്സ് ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട്, അതുപോലെ തന്നെ സ്പോർട്സിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് ഇൻകമാണ്. അതും എന്ത് ചെയ്യാം? ലയബിലിറ്റി സൈഡിൽ സ്പോർട്സ് ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യാം. സ്പോർട്സ് പ്രൈസസ് അവാർഡഡ് 10,000. അപ്പോൾ അത് സ്പോർട്സിൽ പ്രൈസ് വിജയികൾക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ചിലവാണ്, അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. 10,000 ആണ്. അത് എക്സ്പെൻസസ് ആണ്. എന്ത് ചെയ്യണം? ഈ സ്പോർട്സ് ഫണ്ടിൽ നിന്നും ലെസ് ചെയ്യണം. എക്സ്പെൻസസ് ഓൺ സ്പോർട്സ് ഈവൻറ്റ്സ് 4,000. ഇതും എന്ത് ചെയ്യണം? സ്പോർട്സ് ഈവൻറ്റ് നടത്താൻ വന്നിരിക്കുന്ന ചിലവുകളാണ്, അതും ലെസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ സ്പോർട്സ് ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ സ്പോർട്സ് ഫണ്ട്, ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട്. ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? സ്പോർട്സ് പ്രൈസ് അവാർഡഡ്, എക്സ്പെൻസസ് ഓൺ സ്പോർട്സ് ഈവൻറ്റ്. ഇതിൻ്റെ നെറ്റ് എമൗണ്ട് ആയിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് ജനറൽ ഫണ്ട്. അതും എവിടെ എഴുതണം? അടുത്ത ഐറ്റമായിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അതെന്ത് ചെയ്യാം? ജനറൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ രണ്ട് ഫണ്ടുകളാണ് എഴുതേണ്ടത്. ഒന്ന് സ്പോർട്സ് ഫണ്ട്, സെക്കൻഡ് വൺ ജനറൽ ഫണ്ട്. ഇവിടെ ജനറൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എത്ര വരും? 80,000 + 8,000 88,000. അസറ്റ് സൈഡിൽ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 80,000 എഴുതാം. അതുപോലെ തന്നെ സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 35,000. അപ്പോൾ അസറ്റ് സൈഡിൽ രണ്ടായിട്ടാണ് വരുന്നത്. ഒന്ന് സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 35,000, സെക്കൻഡ് വൺ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 80,000. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 37, NCERT, പേജ് നമ്പർ 50, എക്സസൈസ് 5. How will you deal with the following items while preparing for Bombay Women Cricket Club its income and expenditure account for the year ending 31st March 2017 and its balance sheet as on 31st March 2017. ഇപ്പോൾ ഇവിടെ നമുക്ക് ABC എന്ന് പറയുന്ന 3 ഐറ്റംസാണ് തന്നിരിക്കുന്നത്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും എങ്ങനെ എഴുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓരോ ഐറ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഏതാണ്? ഡൊണേഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പെർമനൻറ്റ് പവലിയൻ. പവലിയൻ പണിയാൻ വേണ്ടിയിട്ട് ഡൊണേഷൻ റിസീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ അതുമായി കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് എനിക്കുണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും വേണം. എന്താണ് വന്നിരിക്കുന്നത് നോക്കി നോക്കാം. expenses incurred up to 31st March 2017 on its construction 10,80,000.
അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷന് വേണ്ടി വന്നിരിക്കുന്ന ചിലവാണ്. അപ്പോൾ ചിലവ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ഇന്നർ കോളത്തിൽ 12,25,000 എഴുതാം. അതിൽ നിന്നും ഈ എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്തിരിക്കണം. ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഓൺ കൺസ്ട്രക്ഷൻ ഓഫ് പവലിംഗ് ബീങ് ₹25 lakh. ഈ സെൻറ്റൻസ് കൊണ്ട് മീൻസ് ചെയ്യുന്നത് എന്താണ്? എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറാണത്. അതായത് അവർ പ്രതീക്ഷിക്കുന്ന ചിലവാണ്, അവർ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെവിടെയും കാണിക്കേണ്ട കാര്യമില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എന്തെഴുതാവൂ? ആക്ച്വലി വന്നിരിക്കുന്ന എക്സ്പെൻസ് ഇൻകം, നമ്മുടെ ആക്ച്വൽ അസറ്റ്സ് ലയബിലിറ്റീസ് മാത്രമേ എഴുതുള്ളൂ. ഇതവർ ഏകദേശം എത്ര ചിലവ് വരും എന്നറിയാൻ വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് എവിടെയും കാണിക്കേണ്ട കാര്യമില്ല. ആക്ച്വൽ എക്സ്പെൻസും ഇൻകം മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടൂ. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടത് എന്തായിരിക്കണം? ഡൊണേഷൻ 12,25,000 ലെസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് 10,80,000. അതിൻ്റെ ബാലൻസാണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ഐറ്റം ടൂർണമെൻറ്റ് ഫണ്ട്. നമുക്കറിയാം ഇത് ഫണ്ടാണ്, അതുകൊണ്ട് എവിടെ തന്നെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ തന്നെ എഴുതണം. നോക്കിയോക്കുക, ബാലൻസ് ആസ് ഓൺ 1/4/2016 10,700 ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും എഴുതിയിരിക്കണം. പിന്നീട് ആ ബാലൻസിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എഴുതിയിരിക്കണം. അതിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതുന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. 1 April 10,700 ഉണ്ട്. അതായത് നേരത്തെ തന്നെ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 65,800. അപ്പോൾ ടൂർണമെൻറ്റ് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? 10,700 കൂടി ആഡ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ ഓൺ കണ്ടക്ട് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ വന്നിരിക്കുന്ന ചിലവാണ്. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ലയബിലിറ്റി സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ട് 10,700, ആഡ് സബ്സ്ക്രിപ്ഷൻ 65,800, ലെസ് എക്സ്പെൻഡിച്ചർ 72,400. ഇനി തേർഡ് വൺ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ റിസീവ് ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. ആജീവനാന്ത മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ലൈഫിൽ ഒറ്റ പ്രാവശ്യം കളക്ട് ചെയ്യുള്ളൂ. നോൺ റിക്കറിങ് നേച്ചറാണ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യണം. ഫണ്ടുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ബാക്കി ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെഗസീസ് ഇതൊക്കെ ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യുകയാണ് വേണ്ടത്.